ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ സൊല്യൂഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷനിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ചുമ്മാ ഞാനൊന്ന് കാണിക്കുകയാണ്, ഒരു സെക്കൻഡ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. നമ്മൾ പവർ ജനറേഷൻ മോഡ്യൂളിനെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ എനർജിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം പലതരം എനർജി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ എനർജി എന്താണെന്ന് പറഞ്ഞു, എനർജിയുടെ യൂണിറ്റ് പറഞ്ഞായിരുന്നു. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം ആണല്ലോ. അതിനുശേഷം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ പലതരം എനർജിയുടെ കാര്യം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി, ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, റേഡിയന്റ് എനർജി അല്ലെ ലൈറ്റ് എനർജി, ന്യൂക്ലിയർ എനർജി, സൗണ്ട് എനർജി, ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? ശരി, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ ക്ലാസ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതാണ്ട് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്കിന് കിട്ടും. ഇനി ഇത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്ന രീതി ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് ഈ ഒരു 10-20 പോയിന്റ് ഇപ്പം തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഞാൻ ഷുവറായിട്ട് ഗ്യാരണ്ടി പറയുന്നു. കാരണം 10 വർഷമായിട്ട് ഈ ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ടും നിരന്തരം വരുന്ന പാറ്റേൺ മാറി വരുന്ന ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി ഇത് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ ആൻസർ കിട്ടുന്ന രീതി നമുക്ക് പറയാം. അപ്പൊ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത്, അതിനുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞായിരുന്നു. എന്റെ മക്കളെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒന്ന് പറഞ്ഞേ. എന്താ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ഊർജത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എനർജി cannot be destroyed. എനർജി നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആണോ? നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരാനേ സാധ്യമാവുകയുള്ളൂ ആണല്ലോ. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം മഹേഷ് സാറ് പറയുന്നു ലൈറ്റ് ബൾബ്. ഏതാ പറയുന്നത്? ലൈറ്റ് ബൾബ്. മോനെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇത് മനസ്സിലാക്കി പഠിക്കണം, കാണാതെ ഒരു കാരണവശാലും പഠിക്കരുത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹേഷ് സാറിന്റെ വീട്ടിൽ ഒരു ബൾബ് ഉണ്ട്. എന്താ ഉള്ളത്? ബൾബ്. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, മഹേഷ് സാറിന്റെ വീട്ടിലെ ബൾബാണ്. ബൾബ് കത്തണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇലക്ട്രിസിറ്റി കൊടുക്കണം, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം ആന്നുള്ള മോനെ. എടാ, ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്റെ കയ്യിരിക്കുന്ന ബൾബാ, അതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ലയോ പ്രകാശിക്കുന്നേ? അല്ല, ലൈറ്റ് ആയിട്ടല്ലയോ മാറുന്നേ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ഏതായിട്ടാ മാറുന്നേ? ലൈറ്റ് എനർജി. പറ, ലൈറ്റ്. അപ്പൊ ഞാൻ ഇതൊക്കെ മായ്ക്കുകയാണ്, നോക്കിയേ. അപ്പൊ ബൾബ് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ. ഇത് തള്ളിക്കളയരുത്, ഉറപ്പായും വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, അല്ലെങ്കിൽ നിരന്തരം മാറി വന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയോ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയോ, ബൾബിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഏത് എനർജി ആയിട്ടാണ് മാറ്റുന്നത്? ലൈറ്റ് എനർജി ആണല്ലോ. കാണാൻ പഠിക്കണം. മഹേഷ് സാറിനെ ആലോചിച്ചാൽ മതി. മഹേഷ് സാർ ഒന്ന് കൈ കൊണ്ട് കാണിച്ച ബൾബിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഏതാ? ലൈറ്റ് എനർജി. ശരി, ഇനി അടുത്ത പറയുന്നത് ഇലക്ട്രിക് മോട്ടർ. മോനെ, ഇലക്ട്രിക് മോട്ടർ ആണല്ലോ. മോനെ, മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പൊടിപ്പ് മില്ലി പോവും, അരി പൊടിക്കാനേ, മുളക് പൊടിക്കാനേ, അങ്ങനെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവിടുത്തെ ചേട്ടൻ സ്വിച്ച് ഇടുമ്പോൾ ആ മോട്ടർ കിടന്ന് നല്ലോണം കറങ്ങും. മോനെ നിന്നെ സ്വിച്ച് ഇടുമ്പോൾ അത് ഏത് എനർജിയാ? ഇലക്ട്രിക്കൽ എനർജിയാ കൊടുക്കുന്നത്. മോട്ടർ കറങ്ങുക ആണല്ലോ. അപ്പൊ അത് ഏത് എനർജിയാ? മെക്കാനിക്കൽ, വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം ആണല്ലോ. ആണോ? ചലനവുമായി ബന്ധപ്പെട്ട ഏത് എനർജി ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം മെക്കാനിക്കൽ എനർജി. അപ്പൊ അതും കൂടെ നോക്കണം. ചലനവുമായി ബന്ധപ്പെട്ട, മോഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ഏത് പറയാൻ സാധിക്കും? മെക്കാനിക്കൽ. അപ്പൊ നോക്കിയേ, മോട്ടർ ആണല്ലോ. മോട്ടർ തലയിൽ പടം വന്നേ, തലയിൽ ചിന്തിച്ചേ, ആ മോട്ടറിനകത്ത് ഞാൻ ഏത് എനർജി സ്വിച്ച് ഓൺ ചെയ്തു? അപ്പൊ അത് ഏത് എനർജിയാ പോകുന്നേ? ഇലക്ട്രിക്കൽ എനർജി. ആ മോട്ടർ കറങ്ങത്തില്ലേ മോനെ? ആണോ? അപ്പൊ അത് ഏതാ? മെക്കാനിക്കൽ. അപ്പൊ ഇവിടെ കൈനറ്റിക് എന്ന് പറയാൻ കാരണം എന്തോ? ചലനമുണ്ട് മോട്ടർ കറങ്ങുമ്പോൾ. ആ ചലനവുമായി ബന്ധപ്പെട്ട ഏത് എനർജി ആയിട്ട് മാറുന്നു? മെക്കാനിക്കൽ. എന്റെ മക്കളെ, 2 എണ്ണം പഠിച്ചോണേ. അപ്പൊ ലൈറ്റ് പറഞ്ഞു പഠിയടാ, ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്ത് പിന്നെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തരുത് ആണല്ലോ. ശരി, അപ്പം ലൈറ്റിനകത്ത് ഏത് എനർജി? ബൾബിനകത്ത് ഇലക്ട്രിക്കൽ ടു ലൈറ്റ് എനർജി. അടുത്ത ഏതാ? മോട്ടർ കറങ്ങുക. ഏതാ കൊടുത്തത്? ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ അത് കറങ്ങുമ്പോൾ അത് ഏതാ? മെക്കാനിക്കൽ എനർജി. അടുത്ത ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്റർ എന്ന് വെച്ചാൽ എന്താ മോനെ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തേപ്പ് പൊട്ടി എന്ന് പഠിച്ചോ, അയൺ ബോക്സ് എന്ന് പഠിച്ചോ. ഞാനൊരു അയൺ ബോക്സ് എടുത്തല്ലോ മോനെ. അയൺ ബോക്സ് തുണി തേക്കാൻ വേണ്ടിയാ അല്ലയോ? ആ അയൺ ബോക്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഇടണം? സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുമ്പോൾ എന്താ വരുന്നത്? കറണ്ട്. ആ കറണ്ട് അയൺ ബോക്സിനകത്ത് വരുമല്ലയോ?
അപ്പൊ അയൺ ബോക്സ് ചൂടാവത്തില്ലയോ? അപ്പൊ ഒന്ന് ചിന്തിച്ചേ, അയൺ ബോക്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഏത് എനർജി? ഇലക്ട്രിക്കൽ എനർജി. അത് ഏതായിട്ടാ? തെർമലിന്റെ മറ്റൊരു പേര് ഏതാ? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എനർജി, തെർമൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ഒക്കെ എന്താന്ന് പറഞ്ഞെന്ന് മനസ്സിലായില്ലായിരുന്നോ? അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ബേസ് ക്ലാസ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. പവർ ജനറേഷന്റെ ബേസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പവർ ജനറേഷനിലോട്ട് നമ്മൾ കയറുന്നത്. ആണോ? ഇവിടെ എല്ലാം ചോദ്യമുണ്ട്, അപ്പൊ ഒന്നും കളയാനില്ല, നമ്മൾ സെറ്റ് ആയി പോത്തുണ്ടാ. അപ്പൊ ഇലക്ട്രിക് ഹീറ്റിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഏത് എനർജി ആയിട്ടാ? ഹീറ്റ് എനർജി. ഇനി അടുത്ത ഞാൻ പറയുന്നത് ബാറ്ററി. മോനെ ബാറ്ററി, ഇപ്പൊ മഹേഷ് സാറിന് മൊബൈൽ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. മഹേഷ് സാറിന് മൊബൈൽ, ഇപ്പൊ മൊബൈലിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്. മോനെ നമ്മൾ നേരത്തെ പറഞ്ഞു ബാറ്ററി എന്ന് പറയുമ്പോൾ ഏത് എനർജിയാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബാറ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് എനർജിയാ? കെമിക്കൽ എനർജിയാ. ആണോ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടല്ലേ അവിടെ എനർജി ഉണ്ടാവുന്നേ? ആണോ? അപ്പൊ ബാറ്ററി എന്ന് പറയുമ്പോൾ അത് ഏതാ? കെമിക്കൽ ആണല്ലോ. അത് ഏതായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കലി ആയിട്ട് എനർജി ആയിട്ടല്ലേ മാറുന്നത്? ബാറ്ററി എന്തിനാടാ? ഇലക്ട്രിക്കൽ എനർജി കിട്ടാൻ വേണ്ടിയാ. ആണോ? ബാറ്ററി എന്ത് ചെയ്യും? ആ കെമിക്കൽ എനർജി, അതിനകത്ത് ബാറ്ററി എന്ന് പറയുമ്പോൾ കെമിക്കൽ അല്ലയോ, ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ബാറ്ററി ഏതാ? കെമിക്കൽ ടു ഇലക്ട്രിക്കൽ. ഞാൻ ഈ അടിപൊളി കാര്യം പറയട്ടെ മോനെ, ബാറ്ററി രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഇത്രേ എഴുതിയുള്ളൂ. ബാറ്ററി രണ്ട് കണ്ടീഷൻ നോക്കി. ഒന്ന് ചാർജിങ് എന്ന് പറയും മോനെ. ഒന്ന് ഏതാ? ചാർജിങ്. ഇപ്പൊ മഹേഷ് സാറിന്റെ മൊബൈലിന് ചാർജ് ഇല്ല, ആണോ? അവരെടുത്ത് പറയും ബാറ്ററി രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഏതാ? ചാർജിങ്. അടുത്ത ഏതാന്ന് ചോദിച്ചാൽ ഡിസ്ചാർജിങ്. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഏതാ? ചാർജിങ്. അടുത്ത ഏതാ? ഡിസ്ചാർജിങ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണ്, എന്റെ മൊബൈല് ഇപ്പൊ ഇതിന് ചാർജ് ഇല്ല. മഹേഷ് സാർ കുത്തിയിട്ടു. ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഏതാ? കെമിക്കൽ എനർജി ആണല്ലോ. ഇപ്പൊ മഹേഷ് സാറിന്റെ മൊബൈല് ദാണ്ടെ ഓൺ ആക്കി, ആണോ? അപ്പൊ അതിലെ ചാർജ് വെളിയിലോട്ടാ വന്നേ, ആണോ? അപ്പൊ ഡിസ്ചാർജിങ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ടു ഇലക്ട്രിക്കൽ. അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ ബാറ്ററി എത്ര കണ്ടീഷൻ പറയാൻ പറ്റും? രണ്ട്. ബാറ്ററി എത്ര അവസ്ഥയുണ്ട്? രണ്ട്. ഒന്ന് ചാർജ് ചെയ്യുന്ന അവസ്ഥയും അല്ലാതെ ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥയും. ചാർജ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ഇലക്ട്രിക്കൽ ടു ഏതാ? കെമിക്കൽ എനർജി. ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ അത് ഏതാ? കെമിക്കൽ ടു ഇലക്ട്രിക്കൽ. ഇപ്പൊ 4 പറഞ്ഞു, മനസ്സിലാക്കി പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്, കാണാതെ പഠിക്കരുതേ മക്കളെ. ശരി, അടുത്താണ് മൈക്രോഫോൺ ആണല്ലോ. മോനെ മൈക്ക്, ഞാനൊരു കാര്യം ചെയ്തു, ഇതൊരു മൈക്കാന്ന് വിചാരിക്കോ. മഹേഷ് സാർ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു, ഹലോ. മോനെ എന്താ പറഞ്ഞേ? ഹലോ എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഹലോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഹലോ എന്താ കൊടുത്തത്? സൗണ്ട് എനർജി. മൈക്രോഫോൺ, മൈക്ക്. ഞാൻ പറഞ്ഞു ഹലോ, ഏത് എനർജിയാ? സൗണ്ട്. മോനെ മൈക്കിന്റെ പുറകെ ഒരു വള്ളി പോകുന്നില്ലോ മോനെ? അതൊരു ഇലക്ട്രിക്കൽ എനർജി ഇല്ലേ മോനെ? അത് ആംപ്ലിഫയറിലൂടെ പോകുന്നത്. അപ്പോ സൗണ്ട് എനർജി എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി. ഏതായിട്ടാ മാറ്റുന്നേ? ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ മൈക്രോഫോൺ ഏതാ? സൗണ്ട് എനർജി. ഇലക്ട്രിക്കൽ. മൈക്ക് ഹലോ, സൗണ്ട്, അത് ഏതാ? ഇലക്ട്രിക്കൽ എനർജി. ശബ്ദോർജ്ജം, വൈദ്യുതോർജ്ജം. ശരി, ഇനി അടുത്ത ലൗഡ് സ്പീക്കർ. എടാ മൈക്രോഫോണും ലൗഡ് സ്പീക്കറും മാറിപ്പോകുന്നത്. ലൗഡ് സ്പീക്കർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അമ്പലത്തിലും അല്ലെങ്കിൽ ചർച്ചിലൊക്കെ ഉത്സവത്തിനൊക്കെ മറ്റേ സ്പീക്കർ വെക്കത്തില്ലേ, പാട്ട് കേൾക്കുന്നേ? ലൗഡ് സ്പീക്കർ. ആ ലൗഡ് സ്പീക്കർ, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, ഇതൊരു ലൗഡ് സ്പീക്കർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഇതിൽ കൂടിയല്ലേ പാട്ട് കേൾക്കുന്നേ? ശരി, മനെ ലൗഡ് സ്പീക്കറിന്റെ പുറകിലായിട്ട് രണ്ട് വള്ളിയുണ്ട്, കറണ്ട് വരുന്നേ. ആണോ? കറണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ, മൈക്കിൽ നിന്നുള്ള സിഗ്നൽ വരുന്നത്. ആണോ? അപ്പൊ ഇങ്ങോട്ട് വരുന്ന ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലയോ മോനെ? ഇത് നേരെ ഇവിടുന്ന് ചെന്ന് ഇടിക്കുമ്പോൾ ഏതാ വരുന്നത്? സൗണ്ട് ഇല്ലയോ? അതാ പറഞ്ഞേ ഇലക്ട്രിക്കൽ സൗണ്ട്. ലൗഡ് സ്പീക്കർ, പാട്ട് കേൾക്കുന്ന സ്പീക്കർ, അതിനകത്ത് ഏത് എനർജിയാണ് കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി. അത് ഏതായിട്ടാ മാറുന്നത്? സൗണ്ട്. വേറെ രീതിയിൽ പറയാം, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, അത് ചെന്ന് ഇടിക്കുമ്പോഴല്ലേ സൗണ്ട് കേൾക്കുന്നത്? ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ സൗണ്ട്. അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്നതാ, മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ എന്നോ? ഞാൻ ഇതെല്ലാം വൃത്തിയടങ്ങ് മാറ്റി കളയുകയാണ്. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സോളാർ പാനൽ ആണോ? എന്റെ പൊന്നുമനെ, നിങ്ങൾ കേട്ടുന്ന ഗുണേ ചെയ്യത്തുള്ളൂ. മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞു, മനസ്സിലാക്കി പഠിക്കണം, ചുമ്മാ കാണാതെ പഠിക്കരുത്. ഇനി അടുത്ത് സോളാർ പാനൽ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണം, എടാ സോളാർ പാനൽ എന്ന് വെച്ചാൽ വീടിന്റെ മണ്ടേ വെക്കുന്നത് ആണോ? സോളാർ പാനൽ എന്തുണ്ടാക്കാൻ വേണ്ടിയാ? കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാ. ആ സോളാർ പാനൽ എന്ത് വന്നടിക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്? സൂര്യപ്രകാശം. അതാ സോളാർ പാനൽ എന്താ വന്നടിക്കുന്നത്? ലൈറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നേ? ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ മോനെ. ഇത്രയും മനസ്സിലാക്കിയല്ലേ പഠിച്ചേ? ശരി, ഇനി അടുത്ത മൈക്രോഫോൺ. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ രണ്ട് തവണ അത് ആവർത്തിച്ച് സോളാർ പാനൽ. ഇനി അടുത്തെയാണെന്ന് പറഞ്ഞ മൈക്രോഫോൺ പറഞ്ഞു, പിന്നെ ലൗഡ് സ്പീക്കർ നമ്മൾ പറഞ്ഞു, സോളാർ പാനൽ പറഞ്ഞു. ശരി, ഇനി അടുത്തെയാണ് ജനറേറ്റർ. പറമോനെ, എന്റെ പൊന്നുമോനെ, അടിപൊളി സാധനമാണ്, പഠിച്ചോണേ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെ, എന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുക. ആ ഫംഗ്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ആ കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എന്താ എടുക്കുന്നത്? ഒരു ജനറേറ്റർ വാടകയ്ക്ക് എടുക്കത്തില്ലേ മോനെ? മോനെ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണേ. ആ ജനറേറ്ററിനകത്ത് ഞാൻ ഡീസൽ അല്ലെ പെട്രോൾ ഒഴിച്ചു കൊടുത്തു ആണല്ലോ. പെട്രോൾ ഒഴിച്ചു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? കറങ്ങും.
കറങ്ങുന്നതിന്റെ ഫലമായിട്ടല്ലേ കറണ്ട് ഉണ്ടാവുന്നേ ആന്നല്ലോ. ശരി, അവര് പറഞ്ഞേക്കുന്നത് ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ. ഒന്നും കൂടെ പറയാൻ മോനെ, ജനറേറ്ററിനകത്ത് ഡീസൽ ഒഴിച്ച് നമ്മൾ കറക്കത്തില്ലയോ, ആ കറങ്ങുന്നതിന്റെ ഫലമായിട്ടില്ലേ കറണ്ട് ഉണ്ടാവുന്നേ. ആ കറക്കുന്നത് ഒരു മെക്കാനിക്കൽ എനർജി, ഞാൻ പറഞ്ഞ ചലനവുമായി ബന്ധപ്പെട്ട എനർജി ഏതാ, മെക്കാനിക്കൽ എനർജി. അപ്പൊ ജനറേറ്റർ, മഹേഷ് സാറിന്റെ വീട്ടിലെ ജനറേറ്റർ, ആ ജനറേറ്റർ കറക്കുമ്പോൾ അത് ഏതാ, മെക്കാനിക്കൽ എനർജി. അത് എന്തായിട്ടാ മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി. ആ ഒരു കാര്യം സെറ്റ് ആണല്ലോ മോനെ. അടുത്ത ടോസ്റ്റർ, അത് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഏതാ, ഹീറ്റ് എനർജി. ഈ ടോസ്റ്റർ ഒക്കെ പറയുമ്പോൾ നമ്മൾ വേണേ ഇലക്ട്രിക് കെറ്റിൽ പറയാം, അതാ വെള്ളം ചൂടാക്കുന്നേ. മറ്റേ വാട്ടർ ഹീറ്റർ പറയാം, അതിന് സെയിം തന്നെ. അയൺ ബോക്സ് പറയാം, ഇതിലെല്ലാം സെയിമാ. വെള്ളം ചൂടാക്കുന്ന വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് കെറ്റില്, പിന്നെ അയൺ ബോക്സ്, ഇത് ടോസ്റ്ററിന്റെ കാര്യം, ഇതെല്ലാം എന്താ, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറ്റുന്നേ, ഹീറ്റ് എനർജി ആണെന്ന് പറയാം. ആണോ? ശരി, അടുത്തയാണ് കാർ എഞ്ചിൻ. മോനെ നിൽക്കട്ടെ, നല്ലൊരു സാധനം. ഇനി പറയുന്ന ലക്ഷ്യ ടഫായിട്ടുള്ള മെയിൻ സാധനങ്ങളാ പറയാൻ പോകുന്നേ. കാറിന്റെ എഞ്ചിൻ പോട്ടെ, കാറിന്റെ എഞ്ചിൻ ആവട്ടെ, ബൈക്കിന്റെ എഞ്ചിൻ ആവട്ടെ, ബസ്സിന്റെ എഞ്ചിൻ ആവട്ടെ. മോനെ, ഈ ബസ്സിന്റെ എഞ്ചിൻ അല്ലെ കാറിന്റെ എഞ്ചിനകത്ത് മഹേഷ് സാർ എന്താ ഒഴിച്ചു കൊടുക്കുന്നത്, പെട്രോളാ. നിക്കട്ടെ മോനെ, പെട്രോൾ എന്ന് വെച്ചാൽ എന്താ മോനെ, കെമിക്കൽ അല്ലയോ. അത് കത്തുന്നതിന്റെ ഫലമായി അല്ലേ എനർജി ഉണ്ടാവുന്നേ, ആണോ? അപ്പൊ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലയോ മോനെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആണോ? അപ്പോൾ കാറിന്റെ എഞ്ചിനകത്ത് നമ്മൾ പെട്രോൾ ഒഴിച്ചു. ആ പെട്രോൾ ഒഴിക്കുമ്പോൾ അത് ഏത് എനർജിയാ, കെമിക്കൽ ആണല്ലോ. ആ പെട്രോൾ കത്തുന്നതിന്റെ ഫലമായിട്ട് ആ എഞ്ചിൻ കറങ്ങുമല്ലയോ മോനെ. അവരെ പറഞ്ഞ മനസ്സിലായോ? ആ എഞ്ചിൻ എന്താ, കറങ്ങുക. ആ കറങ്ങുമ്പോൾ ഒരു ചലനമല്ലേ മോനെ. അപ്പൊ അവിടെ എനിക്ക് പറയാൻ സാധിക്കും അവിടെ ഏത് എനർജി ഉണ്ടായ, മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ആണോ? അപ്പൊ കാറിന്റെ എഞ്ചിൻ ആവട്ടെ, ബൈക്കിന്റെ എഞ്ചിൻ ആവട്ടെ, സ്കൂട്ടറിന്റെ എഞ്ചിൻ ആവട്ടെ, അതിനകത്ത് നമ്മൾ പെട്രോളും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കും. ആണോ? അപ്പൊ അത് കെമിക്കൽ എനർജി ഏതായിട്ടാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ. ഇനി അടുത്തത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഫാൻ. സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പൊ മനസ്സിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കണം. ഫാൻ, മോനെ മഹേഷ് സാറിന്റെ തലയ്ക്ക് മീതെ ഫാൻ ഉണ്ട്, എനിക്ക് ആവി എടുക്കുന്നു. ഞാൻ എന്തായിട്ട് സ്വിച്ച് ഇടുമ്പോൾ അങ്ങോട്ട് എന്താ പോയെ, ഇലക്ട്രിക്കൽ എനർജി. ആ ഇലക്ട്രിസിറ്റി എന്തായിട്ടാ മാറിയേ, മെക്കാനിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ, അവര് വേറെ പറഞ്ഞ ചലനവുമായി ബന്ധപ്പെട്ട എനർജിയാണ് മെക്കാനിക്കൽ. അവരെന്താ പറഞ്ഞ, കൈനറ്റിക് അല്ലെ മെക്കാനിക്കൽ എനർജി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാമെന്നാ പറഞ്ഞേ. ഇനി ഹെയർ ഡ്രയർ, ഓക്കെ ആണോ? ഹെയർ ഡ്രയർ എന്ന് വെച്ചാൽ മുടി ഉണക്കാനൊക്കെ ഉപയോഗിക്കത്തില്ലയോ? സ്വിച്ച് ഇടുമ്പോൾ ആ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ചൂട് കാറ്റടിക്കത്തില്ലേ മോനെ, ഒരു ഹീറ്റ് എനർജി ഇല്ലേ അവിടെ മാറ്റുന്നത്. അപ്പൊ എനിക്ക് പറയാം ഇലക്ട്രിക്കൽ എനർജി ഏതായിട്ടാ മാറ്റുന്നേ, ഹീറ്റ് എനർജി എന്ന് പറയാം. ഓക്കെ ആണോ മോനെ? ഓക്കെ ആണോ? ശരി, അതിനുശേഷം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒന്നും കൂടെ ഇതല്ല, ഇനി മെയിൻ സാധനം ഞാൻ തരാൻ പോകുന്നേ, ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തുള്ളൂ. ആണോ? ഇവിടുന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാ. മൊത്തം 10 മാർക്കാണ് ഈ പവർ ജനറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പൊ ഒന്നും കൂടെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒന്ന് പറ, എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എനർജി നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു രൂപത്തിലുള്ള എനർജി മറ്റൊരു രൂപത്തിലോട്ട് ഇങ്ങനെ മാറ്റി പോവാം. ഇവിടെ എല്ലാം അതല്ലേ ചെയ്തത്. നമ്മൾ ഒരു എനർജി ഇവിടെ ഉണ്ടാക്കിയില്ല, നമ്മൾ ഒരു എനർജി ഇവിടെ എല്ലാം കൊടുത്തു. അത് വേറെ എനർജി ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ഊർജ്ജം നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. ഊർജ്ജത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഇനി എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ആണോ? ശരി, ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, എക്സ്ട്രാ പോയിന്റ് ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ശ്രദ്ധിച്ചിരിക്കണം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ജലവൈദ്യുത നിലയം. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഞാൻ ചുമ്മാ ഒന്ന് പറയാം, എനർജി കൺവേർഷന്റെ കാര്യം പറയോ? ആണോ മോനെ? ഹൈഡ്രോ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇടുക്കി, മുല്ലപ്പെരിയാറ്, പള്ളിവാസൽ, ഇങ്ങനെ ഓരോന്ന് പറയത്തില്ല, അണക്കെട്ടുന്ന ഡാം എന്നൊക്കെ പറയത്തില്ലേ മോനെ? ആണോ മോനെ? ഒരു ഡാം ഉണ്ട്. ഈ ഡാമിനകത്ത് എന്തുണ്ട്? വെള്ളം ഉണ്ടല്ലോ. ഈ വെള്ളത്തെ താഴോട്ടൊരു പൈപ്പ് വഴി വരും, പെൻസ്റ്റോക്ക് പൈപ്പ്. അതെല്ലാം നമ്മൾ പിന്നെ ജനറേഷനകത്ത് പഠിക്കും, ഇപ്പൊ സമയം അതിന് വേണ്ടി കളയുന്നില്ല. ഈ ഡാമിനകത്ത് വെള്ളമുണ്ട്. ഈ വെള്ളം താപ്പോട്ട് ഒഴുകി വരുന്നു. അതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു കറങ്ങുന്നൊരു സാധനം കാണും. അതിനെ പറയുന്ന പേരാണ് ടർബൈൻ. മോനെ എന്താ പറയുന്നേ? ടർബൈൻ ആണല്ലോ. ഈ വെള്ളം വന്ന് അടിക്കുമ്പോൾ ഈ ടർബൈൻ കറങ്ങും. അപ്പൊ ഇതുമായി ബന്ധിപ്പിച്ച് നമ്മളൊരു സാധനം വെച്ചിട്ടുണ്ട്. ഏതാ? ജനറേറ്റർ. പറമോനെ, ജനറേറ്റർ. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവത്തില്ലയോ? ശരി, പരീക്ഷയുടെ ചോദ്യം ഇതാ, മോനെ ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ളതാ ചോദിക്കുന്നത്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ മാറ്റത്തെ കുറിച്ച് വിശദീകരിക്കുക. അല്ലെങ്കിൽ ആ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ. നിൽക്കട്ടെ, മഹേഷ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ഇതുവരെ പഠിച്ചതും കൂടെ ചേർത്ത് വെച്ചാലേ ആൻസർ കിട്ടൂ. മോനെ, ഇത് ഡാം അല്ലയോ? ആണോ? എടാ മോനെ, മനസ്സിൽ പറയണം. ആണോ? എന്നെ സന്തോഷിപ്പിക്കണം. ഈ ഡാമിനകത്ത് വെള്ളം ഇല്ലയോ മോനെ? കെട്ടിക്കിടക്കില്ലയോ? അപ്പൊ എനിക്ക് പറയാം, ആദ്യം ഏത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. ഏത് എനർജി? പൊട്ടൻഷ്യൽ ആണല്ലോ. ഇവിടെ ഞാൻ ഈ വാൽവ് തുറന്ന് ഈ വെള്ളം താപ്പോട്ട് ഒഴുകത്തില്ലയോ മോനെ? ഒഴുകുവോ? ഒഴുകുവെന്ന ചലനമല്ലയോ മോനെ?
അപ്പൊ അത് ഏത് എനർജി ആയിട്ടാ മാറുന്നേ? കൈനറ്റിക് എനർജി ആണോ മോനെ? ആ വെള്ളം ചെന്ന് ദാണ്ട് ഇവിടെ ഇടിക്കുമല്ലയോ മോനെ? ആണോ? യാന്ത്രികപരമായിട്ടൊരു ജോലി ചെയ്യുമല്ലോ മോനെ? അപ്പൊ ഇവിടെ ചെന്ന് ഇടിക്കുമ്പോ അത് ഏതാ? മെക്കാനിക്കൽ എനർജി ആണല്ലോ. ശരി, അവസാനം ഇവിടെ എന്താ കിട്ടുന്നത്? ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെ ചോദിക്കും ആണല്ലോ. അപ്പൊ ഒന്നും കൂടെ പറയുകയാണ്, വേണേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാകും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന എനർജി ചേഞ്ച് ആണോ? പല ഓപ്ഷൻ തരും ആണോ? ഇത് ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. അപ്പൊ ഡാമിലെ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയാണ് പടം ഉൾപ്പെടെ ഞാൻ ചുമ്മാ വരച്ച് കാണിക്കുന്നത്. ഡാമിലെ വെള്ളം ഏതാ? പൊട്ടൻഷ്യൽ എനർജി. വെള്ളം താപ്പോട്ട് ഒഴുകുമ്പോൾ ഏതാ? കൈനറ്റിക് എനർജി. ചെന്ന് ഇടിക്കുമ്പോൾ അത് ഏതാ? മെക്കാനിക്കൽ എനർജി. പിന്നെ ഇവിടെ കറണ്ട് ഉണ്ടാകുമ്പോൾ അത് ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. അപ്പൊ ഹൈഡ്രോ മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത പറയും വിൻഡ് മിൽ എന്ന് പറയും മോനെ. അപ്പൊ നിങ്ങൾ സാറേ വിൻഡ് മിൽ എന്താണ് മോനെ? ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴേ കാറ്റാടിപ്പാടൊന്നും കേട്ടിട്ടുണ്ടോ? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കും. പോഡിഷെന്ന് പറയുകയാണ്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും മോനെ. ഇതേപോലെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു വിൻഡ് മില്ല് ആണല്ലോ. കാറ്റടിക്കുമ്പോൾ ഈ ഫാൻ എന്ത് ചെയ്യും? കറങ്ങും. പറഞ്ഞു മനസ്സിലായോ? കാറ്റടിക്കുമ്പോൾ ഈ ലീഫ് എന്ത് ചെയ്യും? കറങ്ങും. ആ ലീഫിന്റെ പുറയിലായിട്ടൊരു സാധനമുണ്ട്. ഇത് ഏതാ? ജനറേറ്റർ. പറമോനെ, ജനറേറ്റർ. പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ആൻസർ പറയാൻ ശ്രമിക്കണം, എങ്കിലേ എനിക്ക് സന്തോഷം വരത്തുള്ളൂ. മോനെ, എന്താ വന്നടിച്ചേ? വിൻഡ്, കാറ്റ് വന്നടിച്ചു ആണല്ലോ. അപ്പൊ ആദ്യം ഞാൻ എഴുതി വിൻഡ് എനർജി. പറമോനെ, വിൻഡ് എനർജി ആണല്ലോ. ആ വിൻഡ് വന്ന് ഇതിനകത്ത് ഇടിക്കുമല്ലയോ? അപ്പോഴില്ലയോ ഫാൻ കറങ്ങുന്നത്, ലീഫ് കറങ്ങുന്നത്. അപ്പൊ ഇടിക്കുമ്പോ അത് ഏത് എനർജിയാ? മെക്കാനിക്കൽ എനർജി ആണല്ലോ. അതിന്റെ ഫലമായിട്ട് ഇവിടെ കറണ്ട് അല്ലയോ ഉണ്ടാവുന്നത്? അപ്പൊ അത് ഏതാ? ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെയും ചോദിച്ചൂടെ? ആണോ മോനെ? എല്ലാം തന്നേ പോത്തുള്ളൂ, ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്തേ പോത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും മോനെ പഠിച്ചെടുക്കണം. അപ്പൊ ആദ്യം ഏതാ? ഹൈഡ്രോ. പിന്നെ നമ്മൾ ഏതാ? വിൻഡ് മില്ലിനകത്ത് ഇറക്കുന്ന എനർജി ഏതാ? വിൻഡ് എനർജി. അത് ചെന്നിരിക്കുമ്പോ ഏതാ? മെക്കാനിക്കൽ എനർജി. അപ്പൊ അതുണ്ടാവുമ്പോ ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണോ. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പറയുന്നത് തെർമൽ പവർ പ്ലാന്റ്, താപവൈദ്യുത നിലയം എന്ന് പറയും. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മോനെ. ഏതാ ഞാൻ പറയുന്നത്? താപവൈദ്യുത നിലയം. താപവൈദ്യുത നിലയം. ശ്രദ്ധിച്ചിരിക്കണം, ഒന്നുമില്ല, തൽക്കാലം ഒരു ലോക്കലായിട്ടൊക്കെ പറയുക മോനെ. മഹേഷ് സാറിന്റെ വീട്ടിൽ അമ്മ ഒരു ബീക്കർ എടുത്തു ആണല്ലോ. ആ ബീക്കർ നിറച്ച് വെള്ളമുണ്ട്. ബീക്കർ നിറച്ച് എന്തുണ്ട്? വെള്ളം. ആ വെള്ളം മഹേഷ് സാറിന്റെ അമ്മ വിറവ് വെച്ചങ്ങ് കത്തിച്ചു. വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും മോനെ? നീരാവി. എന്റെ മോനെ, ഈ നീരാവി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ഒരു ടേബിൾ ഫാനെ ഈ താഴെ ഇട്ടതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്താൽ നല്ല കാറ്റ് ശക്തിയായിട്ട് അടിക്കത്തില്ലയോ? അതിന്റെ കൂട്ട് ഈ നീരാവിക്ക് ഭയങ്കര ശക്തിയാ ആണല്ലോ. ഈ നീരാവി മണ്ടയിലോട്ട് വരുമ്പോൾ ഇതിന്റെ മണ്ടയിലായിട്ട് ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു സാധനം വെക്കും. നമ്മൾ നേരത്തെ പഠിച്ച ടർബൈന് ആണോ. ആ ടർബൈന്റെ പുറവശത്തായിട്ട് നമ്മളൊരു സാധനം ഇങ്ങനെ വെക്കും. അതിനെ പറയുന്ന പേരെന്താ? ജനറേറ്റർ. ഇനി നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്താ താപവൈദ്യുത നിലയം? തെർമൽ പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ? വലിയൊരു, ഞാൻ ഉദാഹരണം പറഞ്ഞു തന്ന വീട്ടിലെ അമ്മ എന്നുള്ളതൊക്കെ മോനെ, ഒരു ബോയിലർ ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളത്തെ കൽക്കരിയോ എന്തെങ്കിലും ലിഗ്നൈറ്റോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആണോ. കോള, നാപ്ത, ലിഗ്നൈറ്റ്, അങ്ങനെ ഫ്യൂൽ, അതെല്ലാം നമ്മൾ പിന്നെ പഠിക്കും. ശരി, അപ്പൊ ഈ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? നീരാവിയാവുമ്പോൾ ഇവിടെ ചെന്ന് ഇടിക്കും. അപ്പൊ അത് കറങ്ങും. അങ്ങനെയല്ലേ കറണ്ട് ഉണ്ടാവുന്നേ? ശരി, അങ്ങനെ പരീക്ഷയുടെ ചോദ്യം ഇതാ. ഒരു തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്ന എനർജി ചേഞ്ചിനെ കുറിച്ച് പറയട്ടോ. ശരി, മോനെ, ഇത് കൽക്കരി അല്ലേ മോനെ? കൽക്കരി കത്തുമ്പോഴല്ലേ എനർജി ഉണ്ടാവുന്നേ? അപ്പൊ മഹേഷ് സാറിന് പറയാൻ സാധിക്കും കെമിക്കൽ എനർജി. പറമോനെ, കെമിക്കൽ ആണല്ലോ. ശരി, ഇത് കെമിക്കൽ അല്ലയോ? കെമിക്കൽ നമ്മൾ കത്തിക്കുമല്ലേ മോനെ? അപ്പൊ അത് ഏത് എനർജിയാ? ഹീറ്റ്. അപ്പൊ എനിക്ക് പറയാം ഹീറ്റ് എനർജി ആണല്ലോ. കെമിക്കൽ എനർജി ഏത് എനർജി ആയിട്ടാ മാറുന്നേ? കെമിക്കൽ എനർജി ഏത് എനർജി ആയിട്ടാ മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞേ? ഹീറ്റ് എനർജി. ഏത് എനർജി ആയിട്ടാ? ഹീറ്റ് എനർജി. അപ്പൊ ഇത് ഏതാ? കൽക്കരി, കെമിക്കല്. അത് കത്തിക്കുമ്പോ എന്തുണ്ടാവും? ഹീറ്റ്. മോനെ, ആ ഹീറ്റ് ഉണ്ടാവുമ്പോൾ നീരാവി ഉണ്ടായി ചെന്ന് ഇടിക്കുമെന്ന് കേട്ട അപ്പോഴേ നിങ്ങൾ പറയുന്നത് ഏതാ? മെക്കാനിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എനർജി ആണോ. അവസാനം ഉണ്ടാകുന്ന ഏതാ? ഇലക്ട്രിക്കൽ എനർജി. പറഞ്ഞു മനസ്സിലായോ? നമ്മള് ഫാനും മിക്സിയും ടി വി എല്ലാം പഠിച്ചു. അപ്പൊ ഇങ്ങനെയും കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം ആണോ. ശരി, അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യം അവസാനം ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പൊ ഇത് ഏതാ? തെർമൽ പവർ സ്റ്റേഷന്. തെർമൽ പവർ സ്റ്റേഷനകത്ത് എന്താ ഉപയോഗിക്കുന്നത്? കൽക്കരി കത്തിക്കുന്നു. കൽക്കരി എന്ന് പറയുമ്പോൾ അത് ഏതാ? കെമിക്കലാണ്. അത് കത്തുമ്പോൾ ഏത് എനർജി ഉണ്ടാവും? ഹീറ്റ് എനർജി. ആ ഹീറ്റ് എനർജി ഉപയോഗിക്കുമ്പോൾ നീരാവി അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അത് ഏതാ? മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി അവസാനം ഇത് കറക്കി എന്തുണ്ടാവും? കറണ്ട് ആണല്ലോ മോനെ. അപ്പൊ ഇപ്പം 3 പറഞ്ഞു. ശരി, ബാക്കിയും കൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ആണോ? ശരി, ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്തു പോവുകയാണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന ന്യൂക്ലിയർ എനർജി ആണല്ലോ. അതിനു മുമ്പ് നമുക്ക് പറയാം സോളാർ പാനൽ ആണോ, അല്ലെങ്കിൽ സോളാർ പാനൽ. ഇപ്പൊ ഒരു സോളാർ പാനൽ എടുത്തു ആണല്ലോ, വീടിന്റെ മണ്ടേ വെച്ച് സോളാർ പാനൽ ആണല്ലോ. നേരത്തെ പറഞ്ഞു ഞാൻ തോന്നുന്നു. സോളാർ പാനലിനകത്ത് എന്താ വന്നടിക്കുന്നത്? ലൈറ്റ് എനർജി
ആണോ? അതിന്റെ ഫലമായിട്ടല്ലേ കറണ്ട് ഉണ്ടാവുന്നേ? ഇലക്ട്രിക്. അപ്പൊ സോളാറിനകത്ത് എന്താ വന്നിരിക്കുന്നേ? ലൈറ്റ് എനർജി. ഓക്കെ ആണോ? ആ ലൈറ്റ് എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? ശരി, ഇനി അടുത്താണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഏതാ? ന്യൂക്ലിയർ. അപ്പൊ നിങ്ങൾ ഈ സാറേ എന്താ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? അപ്പൊ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പഠിച്ചിട്ടില്ലേ മോനെ? ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ട് ഒരു ചെറിയ ഞാനൊരു ബോയിലർ അല്ലെങ്കിൽ ഒരു ഇപ്പൊ തൽക്കാലം നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. യുറേനിയം 235 ഏതാ ഉപയോഗിക്കുന്നേ? യുറേനിയം 235 എന്ന് പറയുന്ന ഫ്യൂവൽ ഉപയോഗിച്ച് പറയാൻ കേൾക്കണം. യുറേനിയം 235 അല്ല, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇവിടെ നടക്കുന്ന രണ്ട് പ്രതിഭാസമാണ്. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നതിന്റെ ഫലമായി ധാരാളം എനർജി ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലയോ ഇതിനകത്ത് യുറേനിയം 235 ഉണ്ട് ആണല്ലോ. ഇവിടെ ഫിഷൻ നടക്കും. ഫിഷൻ നടക്കുന്നതിന്റെ പുറമെ ധാരാളം എനർജി, ഭയങ്കര എനർജി ഉണ്ടാവും. അത് ഹീറ്റ് എനർജി ആയിട്ട് ആണല്ലോ. ഏത് എനർജിയാ? ഹീറ്റ്. എടാ മോനെ, നിങ്ങൾ നോക്കി, ഒരു ചെറിയ ഒരു പാത്രം പോലെ ഇതിനകത്ത് യുറേനിയം 235 എന്ന് പറയുന്ന യുറേനിയം 235 എന്ന് പറയുന്ന ഫ്യൂവൽ ഉണ്ട് ആണോ? അവിടെ എന്ത് നടക്കും? ന്യൂക്ലിയർ ഫിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ ഫിഷൻ? വലിയതിനകത്ത് ചെറുത് വന്നടിക്കുമ്പോൾ ചെറുതായിട്ട് മാറുന്നു. അപ്പൊ ധാരാളം ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാം നല്ലോണം അങ്ങ് ചൂടാവത്തില്ലേ മോനെ? ആണോ? ഈ ചൂടാവുമ്പോൾ പിന്നെ മണ്ടയിലായിട്ട് ഞാൻ കുറച്ച് വാട്ടർ വെക്കും ആണല്ലോ, വെള്ളം. ഈ ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെള്ളം ചൂടാവത്തില്ലയോ? ഈ വെള്ളം ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നീരാവി ഉണ്ടാവത്തില്ലയോ? അപ്പൊ അതിന്റെ മണ്ടയിലായിട്ട് ടർബൈൻ ഉണ്ടാവത്തില്ലയോ? ആ ടർബൈനെ കറക്കി നമുക്ക് ജനറേറ്റർ കറക്കിക്കൂടെ? അപ്പൊ ജനറേറ്റർ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? കറണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഞാനൊരു ചെറിയൊരു സാധനം എടുത്തു, അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? യുറേനിയം 235 എന്ന് പറയുന്ന ഫ്യൂവൽ എടുത്തു. അവിടെ എന്താ നടക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ നടക്കും. അപ്പൊ ധാരാളം എന്തുണ്ടാകും? എനർജി. എനർജി എന്ന് വെച്ചാൽ ഏത് എനർജി? ഹീറ്റ് എനർജി. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഞാൻ മണ്ടയിൽ ഇച്ചിരി വെള്ളത്തെ ഞാൻ എന്ത് ചെയ്യും? ചൂടാക്കും. ആ വെള്ളം ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നീരാവി. ആ നീരാവി ഉപയോഗിച്ച് നമ്മൾ ആരെ കറക്കും? ടർബൈൻ. ടർബൈൻ കറക്കുമ്പോൾ കൂടെ ആരും കറങ്ങും? ജനറേറ്റർ. അപ്പൊ എന്തുണ്ടാവും? കറണ്ട്. അപ്പൊ എനർജി ചേഞ്ച് പറയട്ടോ, ശ്രദ്ധിക്കണേ. തന്നെ. അപ്പൊ ആദ്യം ഏത് എനർജിയാ? ന്യൂക്ലിയർ എനർജി ആണല്ലോ. ആ ന്യൂക്ലിയർ എനർജി, ആ യുറേനിയം 235 ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫിഷൻ നടന്നു ആണല്ലോ. അതിന്റെ ഫലമായിട്ട് ഏത് എനർജി ഉണ്ടാവുന്നത്? ഹീറ്റ് എനർജി. അപ്പൊ എനിക്ക് പറയാം ഹീറ്റ് എനർജി. പറമോനെ, ഹീറ്റ് എനർജി ആണല്ലോ. ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചല്ലേ വെള്ളത്തെ ചൂടാക്കി ഇടിക്കുന്നതാ, ആ ടർബൈനെ കറക്കുന്നത്. അപ്പൊ അത് ഏത് എനർജിയാ? മെക്കാനിക്കൽ എനർജി ആണോ? അതിന്റെ ഫലമായിട്ടല്ലേ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഏതാ? ഇലക്ട്രിക്കൽ എനർജി. മോനെ, കാര്യം മനസ്സിലായോ? അപ്പൊ ഇത്രയും മനസ്സിലായോ? ശരി, ഇനി അടുത്ത ഞാൻ പറയുകയാണ്. പറയുന്നതാണ്. ഇനി നല്ല കാര്യങ്ങൾ പറയാം. ശ്രദ്ധി. ഒരു മണ്ണെണ്ണ വിളക്ക്, ഇങ്ങനെയും ചിന്തിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നു ആണല്ലോ. മോനെ, ഇതൊരു മണ്ണെണ്ണ വിളക്കാന്ന് വിചാരിക്കാം. മണ്ണെണ്ണ വിളക്കിനകത്ത് എന്തുണ്ട്? മണ്ണെണ്ണയുണ്ട്. നമ്മൾ ഇതിനകത്ത് കത്തിച്ചപ്പോ എന്താ? പ്രകാശമല്ലേ ഉണ്ടായത്? നോക്കി, മണ്ണെണ്ണ എന്ന് വെച്ചാൽ ഏത് എനർജിയാ? കെമിക്കൽ എനർജി അല്ലയോ മോനെ? ആണോ? കത്തിക്കുമ്പോ ഏത് എനർജിയാ? ഹീറ്റർ എനർജിയും ഉണ്ടാകുന്നു. തൊടുമ്പോ ഹീറ്റ് ഇല്ലയോ? പിന്നെ ഏതാ? ലൈറ്റ് എനർജിയും ഉണ്ടാകുന്നു. ഹീറ്റും ഉണ്ടാകുന്നു, ലൈറ്റ്. അപ്പൊ മണ്ണെണ്ണ വിളക്ക് കത്തുമ്പോൾ ഏത് എനർജിയാ? കെമിക്കൽ എനർജി. ഹീറ്റ് എനർജി ആയിട്ട് മാറാം, ലൈറ്റ്. മോനെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കെമിക്കൽ ടു ലൈറ്റ് പറയുന്നത് നല്ലത്. മണ്ണെണ്ണ വിളക്ക് എന്തിനു വേണ്ടിയാ? വെട്ടത്തിന് വേണ്ടിയാ. അപ്പൊ അതായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഏതാ? കെമിക്കൽ ടു ലൈറ്റ്. അപ്പൊ ഒന്നും കൂടെ ഞാൻ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം മുതൽ അവസാനം വരെ പറയാൻ പോവുകയാണ്. ഓക്കെ ആണോ? ശരി, ഓക്കെ. അപ്പൊ എനർജി കൺവേർഷൻ പറഞ്ഞു, ലൈറ്റിന്റെ കാര്യം പറഞ്ഞു, ഇലക്ട്രിക്കൽ എനർജി, ബൾബിന്റെ കാര്യം പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജി ഏതായിട്ടാണ് മാറ്റുന്നത്? ലൈറ്റ് എനർജി. മോട്ടർ ഏതാ? ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. ഹീറ്റർ ഏതാ? ഇലക്ട്രിക്കൽ ടു തെർമൽ. ബാറ്ററി ഞാൻ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഒന്ന് ഏതാ? ചാർജിങ്ങും ഉണ്ട്, പിന്നെ ഏതാ? ഡിസ്ചാർജിങ്. ചാർജിങ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക്കൽ എനർജി ഏതാ? കെമിക്കൽ എനർജി. ഡിസ്ചാർജിങ് ഏതാ? കെമിക്കൽ ടു ഇലക്ട്രിക്കൽ. മൈക്രോഫോൺ എന്ന് വെച്ചാൽ എന്താ? മൈക്കിനകത്ത് ഞാൻ എന്താ കൊടുത്തേ? സൗണ്ട് എന്തായിട്ടാ മാറിയേ? ഇലക്ട്രിക്കൽ. ലൗഡ് സ്പീക്കറിനകത്ത് ഏത് എനർജിയാ? ഇലക്ട്രിക്കൽ. അത് ഏതായിട്ടാ മാറുന്നേ? സൗണ്ട് എനർജി. മോനെ, അത് ഏതായിട്ടാ മാറുന്നേ? സൗണ്ട്. സോളാർ പാനലിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ലൈറ്റ്. ആ ലൈറ്റ് എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി. അടുത്ത മൈക്കിനകത്ത് പറഞ്ഞ ജനറേറ്റർ കറക്കിയാലല്ലേ കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ജനറേറ്റർ ഏത് എനർജിയാ? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ടോസ്റ്റർ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ തെർമൽ. കാർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പെട്രോൾ ഒഴിക്കണം. പെട്രോൾ ഒഴിക്കും എന്ന് പറയുമ്പോൾ അത് കത്തുമ്പോൾ അത് ഏതാ? കെമിക്കൽ എനർജി. ആ കെമിക്കൽ എനർജി ഏതാ? മെക്കാനിക്കൽ ആയിട്ട് ജോലി ചെയ്യുകയാണ് ആണോ? ഫാനിന്റെ കാര്യം പറഞ്ഞു. ഫാൻ ഇലക്ട്രിക്കൽ ടു കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഹൈഡ്രോ ഇലക്ട്രിക്, അതും കൂടെ പറയാം.
അതുകൂടെ പറയാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ശരി, നിങ്ങൾ പറയണം, ഞാൻ എഴുതിപ്പാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനകത്ത് ആദ്യം ഏതാ ഞാൻ പറഞ്ഞേ? പൊട്ടൻഷ്യൽ എനർജി. ആ വെള്ളം ഒഴുകുമ്പോൾ അത് ഏതാ? കൈനറ്റിക് എനർജി. അത് ചെന്ന് ഇടിക്കുമ്പോൾ അത് ഏതാ? മെക്കാനിക്കൽ എനർജി. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. ശരി, രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതാന്ന് വെച്ചാൽ തെർമൽ പവർ പ്ലാന്റ്. വെള്ളം ചൂടാക്കി ആണോ? വെള്ളം ചൂടാക്കണ കൽക്കരി ഇല്ലേ കത്തിക്കുന്നതാ? കൽക്കരി കത്തിക്കുമ്പോ ഏത് എനർജിയാ? കെമിക്കൽ എനർജി ആണല്ലോ. ശരി, ആ കെമിക്കൽ കത്തിക്കുമ്പോ എന്തായിട്ടാ മാറുന്നത്? കൂടെ പറഞ്ഞോണം, ഏത് എനർജി ആയിട്ടാ മാറുന്നേ? ഹീറ്റ് എനർജി ആണല്ലോ. ആ ഹീറ്റ് എനർജി വെള്ളം ചൂടാക്കി ഇടിക്കുമ്പോ അത് ഏതാ? മെക്കാനിക്കൽ എനർജി ആണല്ലോ. അവസാനം എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. അടുത്ത ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അപ്പോഴേ മനസ്സിൽ അല്ലെങ്കിൽ ബാക്കി ഒന്നും കൂടെ കണ്ടിട്ട് വരണം. ന്യൂക്ലിയർ എനർജി ആണല്ലോ. എടാ ന്യൂക്ലിയർ യുറേനിയം 235 ഉപയോഗിച്ചില്ലയോ? അപ്പൊ ഏതാ? ന്യൂക്ലിയർ എനർജി ആണല്ലോ. അപ്പം ഫിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ധാരാളം ഹീറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഏതാ? ഹീറ്റ് എനർജി. അപ്പൊ അത് ചെന്ന് വെള്ളം നീരാവിയായി ചെന്ന് ഇടിക്കും. അപ്പൊ അത് ഏതാ? മെക്കാനിക്കൽ എനർജി. അതിനുശേഷം ഏതാ? ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. പിന്നെ മെഴുകുതിരി കത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു, മണ്ണെണ്ണ കത്തുന്ന കാര്യം പറഞ്ഞു, അത് ഏതാ? കെമിക്കൽ എനർജി. അത് ഏതായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട്. ഹീറ്റ് പറയുന്നതിനൊക്കെ ഉത്തമം എന്ന് പറഞ്ഞ് ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ എന്നോ? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ എന്നോ? എനർജി കൺവെർഷൻ. പിന്നെ വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഡൈനാമോ. പഴയ കാലത്ത് സൈക്കിളിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിരുന്നു ഡൈനാമോ. എന്തിനു വേണ്ടിയാണ് ഡൈനാമോ ഉപയോഗിക്കുന്നത്? നമുക്ക് രാത്രി കാലങ്ങളിൽ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വെട്ടം കിട്ടാൻ ആണോ? മോനെ, സൈക്കിളിന്റെ ടയറുമായി ബന്ധിപ്പിച്ചാണ് ഡൈനാമോ വെച്ചിരിക്കുന്നത്. സൈക്കിളിന്റെ ടയർ കറങ്ങുമ്പോൾ ഡൈനാമോ കറങ്ങിയാണ് കറണ്ട് ഉണ്ടാവുന്നത്, അല്ലയോ? അപ്പൊ ഞാൻ ഡൈനാമോയുടെ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഡൈനാമോ കറങ്ങുമ്പോൾ അത് ഏത് എനർജി? മെക്കാനിക്കൽ എനർജി. അപ്പൊ അത് വെളിയിൽ വരുന്ന ഏതാ? ഇലക്ട്രിക്കൽ എനർജി. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എക്സ്ട്രാ പല കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.